ഒരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ആലിൻ്റെ തറയിലാണ് കിടന്നിരുന്നത്. തറ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, തറയൊന്നും കെട്ടിയിട്ടില്ല. ഒരു നീളം കല്ല്, ആ നീളം കല്ലിൻ്റെ ഒരു സൈഡിലായിട്ട് പുള്ളിയുടെ പാണ്ടക്കെട്ടും വെച്ച് പുള്ളി അവിടെ കിടന്നുറങ്ങും. എന്നിട്ട് എന്നും രാവിലെ ഭിക്ഷയ്ക്ക് പോകും. ഭിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവിടെ ഇരുന്ന് ഈ ചെറിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തി വൈകുന്നേരത്തെ ദീപാരാധനയും കൂടി അവിടെ തന്നെ കിടന്നുറങ്ങുമായിരുന്നു പുള്ളിയുടെ പതിവ്. അന്നത്തെ ദിവസം കുറച്ചധികം ആളുകൾ പുള്ളിയുടെ പ്രഭാഷണം കേൾക്കാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഇന്ന് വൈരാഗ്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിക്കളയാം. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വമാണ്. നമുക്കൊന്നിനോടും പ്രതിപത്തി ഉണ്ടാകാൻ പാടില്ല. നിഷ്കാമ കർമ്മം ചെയ്യുക, കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുക, ചിന്തിക്കാതെ കർമ്മം ചെയ്ത് പോവുക, അങ്ങനെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ പുള്ളി അന്ന് വളരെ ഗംഭീരമായിട്ടൊരു പ്രഭാഷണമൊക്കെ നടത്തി. അപ്പോൾ ഇവിടെ ഈ പ്രഭാഷണമൊക്കെ കേട്ട ആളുകളൊക്കെ വണ്ടറടിച്ചിരിക്കുന്നത് കണ്ട് പുള്ളിക്കും വലിയ അഭിമാനമൊക്കെ തോന്നി. അങ്ങനെ അന്നത്തെ പ്രഭാഷണം കഴിഞ്ഞ് പുള്ളി ദീപാരാധന കൂടാൻ പോയി. അങ്ങനെ ദീപാരാധനയൊക്കെ കൂടിയിട്ട് തിരിച്ചു വന്നപ്പോൾ നോക്കുമ്പോൾ ഒരു കള്ളുകൂടിയും ഇയാളുടെ കല്ലേ കയറി കിടക്കുക. അപ്പം കുറച്ച് പ്രാവശ്യമൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞു നോക്കി മര്യാദയ്ക്ക്, എടോ ഇത് ഞാൻ കിടക്കുന്ന കല്ലാണ്, താൻ ഇവിടെ നിന്ന് മാറിക്കിടക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കള്ളുകൂടിയും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ നാടും കൂടെ അല്ലേ, കുടിയന്മാർക്ക് വല്ല വെളിവുണ്ട്. അപ്പം ഈ പുള്ളിക്ക് സഹി കേട്ട് ഇങ്ങേര് കള്ളുകുടിയനോട് ബഹളമായി. എണീക്കിടാൻ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ കള്ളുകുടിയനെ വിളിച്ച്, കള്ളുകുടിയൻ തിരിച്ചും കുറേ തെറിയൊക്കെ വിളിച്ച്. അപ്പോൾ അങ്ങനെ ഈ കള്ളുകുടിയൻ വേച്ച് എണീറ്റ് ഇയാളെ തെറിയും വിളിച്ചുകൊണ്ട് നടന്നു പോകുന്ന വഴിക്ക് വിളിച്ചു പോവുകയാണ്. ഈ കല്ലിനോട് പോലും വൈരാഗ്യം വരാത്ത ഇവനൊക്കെയാണ് സന്യാസി, ഇവനൊക്കെ എവിടുത്തെ സന്യാസിയാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ട് കള്ളുകുടിയനൊരു പോക്ക്. കള്ളുകുടിയൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സന്യാസിക്ക് ഈ വാക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഇയാൾ സ്വയം ചിന്തിച്ചു, കള്ളു കുടിച്ച് വെളിവില്ലാതെ നടക്കുന്ന അവനാണ്, അതോ 24 മണിക്കൂറും താനൊരു സന്യാസിയാണെന്നും പറഞ്ഞ് ആ ഒരു അഭിമാനബോധത്തോടെ മാത്രം നടക്കുന്ന താനാണ് കൂടുതൽ അറിവ് നേടിയത്? അത് അദ്ദേഹത്തെ വളരെയധികം ചിന്തിപ്പിച്ചു എന്നൊരു കഥ. ഈ കഥ ഇപ്പോൾ ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഒരു യോഗ ആൻഡ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരാളുടെ ഒരു പോസ്റ്റ് കണ്ടു. കണ്ണൂർ എവിടെയോ ഒരു അവധൂത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ അവരുടെ സമാധി, അവിടെ ഒരു പ്രത്യേക എനർജി ഉണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോകളിൽ ഒരെണ്ണമാണത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഇങ്ങനെ പ്രതീക്ഷിച്ച ഇത് കിട്ടിയില്ല, ഞങ്ങളവിടെ പോയിരുന്നു, ഞങ്ങൾക്കൊന്നും തോന്നിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കമൻറ്റ് സെക്ഷൻ കണ്ടു. അതിലൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, അദ്ദേഹം വിചാരിച്ച ഒരു വൈബൊന്നും അവിടെ ഇല്ല, ചെന്നപ്പോൾ ഒരു ഇരിക്കാനൊരു കസേര പോലും അവിടെ ഒന്നും കണ്ടില്ല എന്നൊക്കെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് വിചാരിക്കാൻ ആരാ പറഞ്ഞു? നിങ്ങൾ ചെന്ന് കഴിയുമ്പം സമാധിയായിപ്പോയ ആ അവധൂത എണീറ്റ് വന്ന് ചായ തിളപ്പിച്ച് തരുമെന്ന് കരുതിയോ? ഇങ്ങനെ കാള പറ്റുമെന്ന് കേൾക്കുന്നതിന് മുന്നേ കയറെടുത്തുകൊണ്ട് ഓടുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കും. സ്വയം ആർജിച്ചെടുത്ത ആത്മീയ അനുഭവം പോയിട്ട് ആത്മനിയന്ത്രണം പോലും ഇല്ലാതെ മുറിവേദാന്തവും പഠിച്ച് കുറേ 10 പുസ്തകങ്ങളും തിന്ന് വേദാന്തവും പറഞ്ഞ് നടക്കുന്ന അതിലേറെ ആചാര്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നതിലും എളുപ്പം ഒരു ദൈവമായിട്ട് ജീവിക്കാനാണെന്ന്. പിന്നീട് ഞാൻ തന്നെ റിയലൈസ് ചെയ്തു, ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് ഒരു ദൈവം വേണം. അത് നല്ല രൂപമുള്ള ഒരാളായിരിക്കണം, നല്ല ഭാവമുള്ള ഒരാളായിരിക്കണം, ഇവരെ കരുതലോടെ സംരക്ഷിക്കുന്നു എന്ന് ഇവർക്ക് തോന്നുന്ന ഒരാളായിരിക്കണം. മൊത്തത്തിൽ ഇവർക്കൊരു അത്താണി. അതിനെ അതിവിദഗ്ധമായി വേറൊരു കൂട്ടർ ചൂഷണം ചെയ്യുന്നെന്ന് മാത്രം. ചൂഷണം ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല, കാരണം അവർ വീട്ടിൽ കയറി കൊള്ളയൊന്നും കാണിക്കുന്നില്ലല്ലോ, ഇവരങ്ങോട്ട് ചെന്നിട്ടില്ലേ. ഇങ്ങനെയുള്ളവരോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം, എന്താണ് ആത്മീയത? കുറേ പേര് പറയുന്നു യോഗ ചെയ്താൽ ആത്മീയതയായി, കുറേ പേര് പറയുന്നു ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആത്മീയതയായി, വേറെ കുറേ പേര് പറയുന്നു ദാനം ചെയ്തു കഴിഞ്ഞാൽ ആത്മീയതയായി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, രാവിലെ എണീറ്റിട്ട് വില്ല് പോലെ വളഞ്ഞു നിന്നിട്ട് യോഗ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിനകത്തെ ആത്മീയത? നമുക്ക് നമ്മുടെ ആരോഗ്യം കുറച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും,
കുറേ പുസ്തകം വായിച്ചിട്ട് കാണാപ്പാഠം പഠിച്ച് നാട്ടുകാരോട് അത് മൊത്തം വിളമ്പി താനൊരു ആത്മീയനാണ് അല്ലെങ്കിൽ ഒരു ആത്മീയ വ്യക്തിത്വമാണെന്നുള്ള ഇമേജ് വരുത്തിയാൽ ആത്മീയതയാവും. നമ്മൾ മുമ്പേ പറഞ്ഞ സ്വാമിയുടെ കഥ പോലെ ആയിത്തീരത്തല്ലേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം ആത്മീയതയാണ്, എന്നാൽ ആത്മീയതയല്ല താൻ. ഇതെല്ലാം ആത്മീയതയിലേക്കുള്ള വഴികൾ മാത്രമാണ്. ആത്മീയത എന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ലളിതമാണ്. അതിന് നിങ്ങൾ ഈ ജ്യോത്സ്യൻ്റെയും ചെമ്മാൻ്റെയും ചെരുപ്പൂത്തിയുടെ ആൾദൈവങ്ങളുടെയും ഒന്നും പുറകെ ഓടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കാതുകളും നിങ്ങളുടെ മൂക്കും നിങ്ങളുടെ നാക്കും നിങ്ങളുടെ ത്വക്കും എല്ലാം അതിനുവേണ്ടി മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചാൽ നിങ്ങളിലേക്ക് അറിയാതെ തന്നെ വന്നു ചേരുന്നതാണ് ആത്മീയത. ആ അനുഭവം എന്ന് പറയുന്നത് വളരെ ദിവ്യമാണ്. അതിനായി നിങ്ങൾ ദൂരെയൊന്നും പോകണമെന്നില്ല. രാവിലെ എണീറ്റ് വെറുതെ 10 മിനിറ്റ് മുറ്റത്തൊക്കെ നടന്നാൽ പോലും നമുക്ക് ആ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മീയത എന്ന് മാത്രമല്ല, ഏതൊരു കാര്യവും അല്ലെങ്കിൽ ഏതൊരു അനുഭവവും ആദ്യം ഉരുത്തിരിയേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ വായനകൾ, നമ്മുടെ സംസർഗങ്ങൾ, ഇതെല്ലാം അതിനെ കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കാനുള്ള മാർഗങ്ങൾ മാത്രമായിട്ടാണ് ഈ വലിയ ഋഷിമാർ പോലും പറഞ്ഞിരിക്കുന്നത്. കുംഭമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കൂണുപോലെ സന്യാസിമാരും ആൾദൈവങ്ങളും ഒക്കെ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. അവർക്കൊക്കെ കൊണ്ട് തല വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇത് ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ അവർക്കൂടെ അവരെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. പിന്നെ കുംഭമേളയ്ക്ക് പോകുന്നില്ലെന്ന് ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നതൊക്കെ ഉണ്ട്. പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുപോകാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തത്വമസി. ബൈ.